പിരിവിന് വരണക്കോ ഓടിക്കളയ നമ്മക്കെല്ലാം എന്തോ രോഗം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, വൈറൽ പീൽ ഓഫ് മാസ്ക് ഞാൻ ഇവിടുത്തെ എല്ലാവരുടെയും മുഖത്ത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആരെല്ലാം എന്റെ വീട്ടിൽ ഇറക്കി വിടുന്നെന്ന് എനിക്ക് ഒരു യാതൊരു ഐഡിയ ഇല്ല. കാരണം എല്ലാരും ഞാൻ ഈ ഇട്ട ആൾക്കാരെല്ലാം പൊളയുന്നെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഉള്ളത് തന്നെയാണോന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വേദന എടുക്കുവന്ന് പിന്നെ ഈ ഒരു കോല നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. ഞാൻ ഇപ്പൊ അമ്പലത്തിൽ ചോറ് തിന്നാൻ പോയിട്ട് വന്നേ കേട്ടോ. അവിടെ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഓട്ടോടി നേരെ വന്ന് ചോറ് നിന്നിട്ട് അപ്പാതെടുക്കുന്ന വീഡിയോ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് മാറ്റിയിട്ടെല്ലാം വരുന്നേ. അപ്പൊ കാണുക കേട്ടോ എങ്ങനെ ഇരിക്കും നമുക്ക് കണ്ടറിയാം. എടേ അത് 5-10 മിനിറ്റ് വെക്കേണ്ട സാധനം അരമണിക്കൂറെല്ലാം കൊണ്ട് വെച്ചവര് കരയൂലേ? നമുക്ക് അങ്ങനെ വെക്കണ്ട, നമുക്ക് 15 മിനിറ്റ് വെക്കുക. ഇല്ല, രണ്ടിന്റെ നടുവിലാണല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മള് 3 ഷീറ്റ് മാസ്ക് ഇവിടെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ കലക്കണം. പിന്നെ അതിന്റെ ഇടയിൽ നമ്മള് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, കോമഡി ആയിട്ട് പറയുന്നില്ല കേട്ടോ, കാര്യമായിട്ട് പറയുന്നതാണ്. നീ എന്താ ചിരിക്കുന്നേ? കാര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്ത് ഷീറ്റ് മാസ്കും ഇടുന്നതിന് മുമ്പിട്ട് നമ്മള് മുഖം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങളും വേണമെങ്കിൽ ഒന്ന് സ്ക്രബ് ഒക്കെ ചെയ്തിട്ട് ഇട്ടാൽ മതി, നല്ല റിസൾട്ട്. എന്തായാലും നമ്മള് വേറൊരു പീൽ ഓഫ് മാസ്ക് ഇടുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല റിസൾട്ടും കൂടി കിട്ടിയാലെന്താ. അപ്പൊ അങ്ങനെ ഒന്ന് സ്ക്രബും കൂടി ചെയ്തിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ കുറച്ച് 2 ദിവസം മുന്നേ സ്ക്രബ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ സ്ക്രബ് ചെയ്യുന്നില്ല. ഇപ്പൊ ഫേസ് വാഷ് മാത്രം ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാട്ടോ. പോടന്ന് ഇത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നല്ലേ. അച്ഛൻ പറയാ തിരുവങ്ങാട് അമ്പലത്തിന് പൂജാരിന്റെ ഒരു പാത്രം. ഓ, ചന്ദനം കൊടുക്കുന്ന ആളാ. 7 ഉറുപ്പ്യ ഇന്നലെ അയാള് മുട്ടൊക്കെ വാങ്ങിയ. 7 ഉറുപ്പ്യായി? 60 ഉറുപ്പ്യല്ലേ ഈ പച്ചക്കറിക്കാരൻ്റെ അടുക്കുള്ളൂ. ഇയാൾ ഇന്നലെ 7 ഉറുപ്പ്യ വാങ്ങി. ഇത് വേദനയായാല് എല്ലാരും ഇടുന്നു. ഞാനും പറയും, ചേച്ചി എല്ലാരും പറയും 7 ഉറുപ്പ്യ മുട്ടക്ക്. മുട്ടേന്റെ കണക്ക് പറയുകയാണ് ഗൈസ് നമ്മൾ. ഓക്കെ, നമ്മൾ അടുത്ത മുട്ടയും കൂടി എടുക്കേണ്ടതായി കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിക്കുന്നു. എന്താ വെച്ചാൽ ഇത് ഇച്ചിരിയേ ഉള്ളൂ. ഇതാവുക അത്രേ വേണ്ടു. വേണ്ടിക്ക് ഒന്നും കൂടി പൊട്ടിച്ച് ഇതാക്കാം. വെറുതെ 7 ഉറുപ്പ്യന്റെ മുട്ട, അതുകൊണ്ട് അധികം എടുക്കണ്ട, വറവാക്കാം. നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മളെടുത്ത മുട്ടേന്റെ മഞ്ഞ, വെള്ളേന്റെ മഞ്ഞ ഇവള് പച്ച കുടിക്കും പോലും. കാരണം എന്നാ വെച്ചാലില്ലേ, വെറുതെ ഇനി ഇപ്പൊ ഇത് പൊളിച്ച എടുക്കാൻ ഞാൻ അടുക്കള വരെ പോണം. അത് എനക്കൊരു പോകുമ്പോ അങ്ങോട്ടായിട്ട് ക്ഷണിക്കേണ്ടത്. അപ്പൊ നന്നായിട്ട് പരിപാടി തീർക്കാൻ വിചാരിച്ചു. പച്ചമുട്ട പിടിച്ച ഇവള് പച്ചമുട്ട പിടിച്ച് കുടിക്കുന്നേ അടിപൊളി. പച്ചമുട്ട ഓടിക്കുന്നവര് കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ മഞ്ഞ ഇഷ്ടമുള്ളവര് കേട്ടാ. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം, എനക്ക് അറിയാൻ വേണ്ടിട്ട്. ഇനി ഇത് ഇവിടെ മാത്രം കുടിക്കുന്നതാണ്, ഇവക്ക് എന്തോ രോഗമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ പാന്റിന് ഒട്ടിയൊന്നും ഇല്ലല്ലോ. യൂട്യൂബറിന്റെ പാന്റിന് ഓട്ടാ. കമന്റ് എല്ലാം വരും. ഇങ്ങക്ക് പാന്റ് വാങ്ങാൻ പൈസ ഇല്ലായിട്ടാണോ എന്നല്ലോ. എനിക്കില്ലേ കോഫി പൗഡറിന്റെ മണം എന്തൊക്കെയോ തിന്നാൻ തോന്നും. എന്താന്നറിയണ്ടോ, നിങ്ങൾക്ക് അങ്ങനത്തെ വികാരമുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഈ എന്താ ഒന്നും പറയാത്ത? എനിക്കുണ്ടോ? പച്ചമുട്ട എന്തായാലും കാറ്റ് പോയാ? ഇല്ല ഇല്ല. കല്യാണം വിളിക്കാൻ വന്ന ആളെ മുഖത്തും കൂടി നമ്മളിത് പരീക്ഷിക്കുന്നുണ്ട് കേട്ടാ. ലാസ്റ്റ് എല്ലാരും കൂടി പൊരേന്ന് അടിച്ചിറക്കുന്ന പറഞ്ഞാൽ ഇവളെ വീട്ടിൽ നിന്ന് അടി കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെ നമ്മളിതാ ബ്രൂ എടുത്തിട്ട് മുട്ടേന്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ മിക്സ് ഇറ്റ് ഹറിയപ്പ് വേഗം പരിപാടി നോക്ക്. സമയമില്ല തിരക്കല്ലായിരിക്കോ. വല്ലാത്തൊരു കളറ്. കല്യാണം ക്ഷണിക്കാൻ വന്ന സൂര്യന്റെ അമ്മ ഇപ്പൊ വിളിക്കും. ഇങ്ങോട്ട് ഇളഞ്ഞ ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്.
കണ്ണോത്തുന്നുണ്ട് വേണ്ട ബുദ്ധിമായി കണ്ണോത്തായത് മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് ഒന്നല്ല. നമ്മളില്ലേ ഫേസ് വാഷ് കൊണ്ട് ഒന്ന് മുഖം നല്ലതുപോലെ കഴുകിയിട്ട് വരുന്നത്, എന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. എന്ത് നമ്മളെ മുഖത്ത് ഇടുന്നുണ്ടെങ്കിലും എന്ത് എന്നാ നമ്മളിപ്പൊ ചെയ്യുന്നേലും വൈറൽ പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്യുന്ന എന്ത് വൈറൽ ആണെങ്കിലും നമ്മള് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇതൊക്കെ മറിക്കുക. അപ്പൊ ഇവളെ കുളിപ്പിച്ച് തരുന്നേ, ഇന്നെ കുളിപ്പിക്കാൻ ഞാനാ കൊണ്ട് വാ, കഴുകിയിട്ട് വരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം തന്നെ സൂര്യന്റെ മുഖത്താട്ടാക്കുന്നത്. സൂര്യന്റെ മുഖത്താക്കിട്ട് ഓളം തിരക്കുള്ള മനുഷ്യക്ക് വേഗം വീട്ടിൽ പോണം, കല്യാണം ക്ഷണിക്കാൻ വന്നതല്ലേ. അങ്ങനെ ആദ്യം നമ്മൾ ഓളം മുഖത്താക്കുന്നത്. ഫേസ് വാഷ് എല്ലാം ചെയ്തിട്ട് വേണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രബും കൂടി ചെയ്തിട്ട് ചെയ്താൽ മതി. നമ്മള് പക്ഷെ സ്ക്രബ് ഒന്നും ഇപ്പൊ ചെയ്യാൻ നിൽക്കുന്നില്ല, സമയമില്ല. നമ്മള് കുറച്ച് തിരക്കുള്ള മനുഷ്യന്മാരാണ്, അതുകൊണ്ട് നമുക്ക് സമയമില്ല കേട്ടോ. അങ്ങനെ അല്ല. ഓ മുട്ടേന്റെ നാറ്റ ഇപ്പൊ അറിയുന്നത് മുട്ടയാണെന്ന്. കാപ്പിപ്പൊടി ഉണ്ട് ഇതിനകത്ത്, കാപ്പി മണക്കുന്ന കാപ്പിപ്പൊടി ഉണ്ട്. മൂർത്തിയൊന്നുമില്ല. സൂര്യ മൂക്കുണ്ടാണ് എനിക്ക് ശ്വാസം കഴിക്കാൻ. സൂര്യ അങ്ങനെ നമ്മള് സൂര്യന്റെ മുഖത്ത് ഇത് ഒട്ടിക്കുന്നതാണ് കേട്ടോ. അയ്യോ സൂര്യന്റെ കണ്ണെടുത്തോ, കണ്ണ് തുറക്കാൻ പറ്റും. ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചിനാന്ന് ചോദിച്ചാ ഒട്ടിച്ചിന്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ ഒന്നുകൂടി ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കട്ടോ. നിങ്ങളെ മണക്കുന്നതാ, നിങ്ങൾ അറിയണം ഈ ധീരരോധന. ഒരു വീഡിയോന് വേണ്ടിയിട്ടുള്ള എന്റെ ധീരരോധന നിങ്ങൾ അറിയണം ഗൈസ്. അല്ലേ ഗൈസ്? എനിക്ക് കണ്ണെല്ലാം കാണുന്നുണ്ടാ? സ്റ്റാറ്റസ് നോക്കുന്ന അതിന്റെ ഇടയിൽ ഇട്ട. അങ്ങനെ ഏച്ചീൻ്റെത് നമ്മൾ ഒട്ടിക്കുകയാണ് ഗായ്സ്. ഏച്ചീൻ്റെ നല്ല വൃത്തിക്ക് ഒട്ടിയാ മതി. ഏച്ചി കണ്ണ് കാണുന്നില്ല ഗായ്സ്, എനിക്ക് കണ്ണ് കാണുന്നില്ല. കര കണ്ണ് തുറക്കണ്ട. കണ്ണിലെടുക്ക ചെവി ഉണ്ടാവില്ല, ചെവിയിലെടുക്ക കണ്ണുണ്ടാവില്ല എന്ന് പറയുന്നത് ഗായ്സ്. കണ്ണ് തുറക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ പിടിച്ചിരുന്നോ. ഇതാണ് ഏച്ചിന്റെ ഗായ്സ്. നമ്മളെ നീന്റെ മുകളിലോട്ട് ഒരു ലെയറും കൂടി. ശരിക്കും ഒരു ബ്രഷ് എടുത്താൽ മതിയെന്നല്ലേ, അന്നേരം വേഗാവും. ഇനി അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കണ്ണും മുക്കും വായി മുറിച്ച് വെക്കുക. ഇവളോട് പറഞ്ഞ എന്നാണ് ഇവള് ടീച്ചറായിട്ടുള്ള പണിയെടുത്തിന് എന്തിനാണാവോ അതൊക്കെ തിന്നാനേ അറിയാം. അങ്ങനെ നമ്മളെ ചേച്ചീന്റെ ഏകദേശം സെറ്റായി. ഇനി വാച്ചോ ഈശ്വരാ എന്താവോ എന്തോ, എന്താവോ എന്തോ. ശിവനും ശക്തിയും ചേർന്ന മാസ് ഇടാം. ഇപ്പം കോമഡിയായിരിക്കും. നല്ല വിശാലമായ നെറ്റി നന്നായിട്ട് തേക്കാൻ പറ്റുന്നുണ്ട്. ഒക്കുന്നില്ല പോലെ വല്ലാത്ത ജാതി നാറ്റം പോലും. ചെയ്തോക്കുന്നവരല്ല ഇങ്ങനെ ഒരു നാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും നാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അയ്യോ അച്ഛന്റെ മേത്ത് അടുത്ത് കുറ്റി. അയ്യോ ഇവള് മനപ്പൂർവ്വം അല്ലണേ. ഞാൻ എല്ലാത്തിനും മണം കൊണ്ട് നിൽക്കാൻ പറിക്കട്ടെ. പിരിവിന് പറഞ്ഞോ ഓടിക്കളയ നമ്മക്കെല്ലാം എന്താ രോഗം. അങ്ങനെ അച്ചുവിന്റെ മുഖത്ത് എന്റെ കണ്ണൊന്നും കാണണ്ട. നൽകാനും കുറച്ചേരം കണ്ണു കൂട്ടിട്ടിരുന്നോ. പൂച്ച കുടിക്കരുത്, പൂച്ച മുട്ട കുടിക്കുന്ന ഗായ്സ്.
പൂച്ച അച്ചു ഒരേ ഗണത്തിൽപ്പെട്ടു പോകുന്നു ഇപ്പൊ മനസ്സിലായി. പച്ച മുട്ട ഒടിച്ചോളൂ. എടാ ഇന്റെ മുഖത്ത് വേഗം ഒട്ടിക്കലാക്കുന്നെല്ലാം കഴിഞ്ഞ് ഇവിടെ തൽക്കാലം നമുക്ക് ഇങ്ങനെ ആക്കാം. ഇതാണ് കാണാനുള്ള പ്രേതം. ഇനി നമ്മളിതാ ഒട്ടിക്കുകയാണ് അടുത്ത ലെയർ. 5 മിനിറ്റ് ആയില്ലേ? 5 മിനിറ്റ് അല്ല 10 മിനിറ്റാ. ഗൈസ് അടുത്തത് ഞാൻ എന്റെ മൊത്തിക്ക് തന്നെ ആക്കുന്നാണ്. എന്റെ കണ്ണെവിടെ? അയ്യോ എന്റെ ഒരു കണ്ണെടുത്തു. അന്ധനായിരുന്നു ഞാൻ. ആണോ എനക്കൊരു കണ്ണില്ല. യൂട്യൂബർക്കൊരു കണ്ണില്ല. ഗൈസ് നിങ്ങൾ അറിയുക എന്റെ എന്താ അടുത്ത ഇന്റർവ്യൂ കണ്ണില്ലാത്ത യൂട്യൂബർ. ഇയാള് ചെയ്യുന്ന പണി വൃത്തിയിലും മെനയിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ മൂഞ്ചെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ നോക്കാണ്. ഇല്ലാണേ ഓള് വെറുതെ പിടിച്ചിരിക്കുന്നേ. അല്ല എനക്ക് നന്നായിട്ട് അറിയാം. കണ്ട ഗായ്സ് ഒരാള് ഇതെല്ലാം നേരിട്ട് കാണാൻ ഇവിടെ ഇല്ലാതെ കൊണ്ട് വീഡിയോ കോൾ വെച്ചിട്ട് എല്ലാം കാണുന്നു. ആദ്യമേ ചോർത്തല് അബുദാബിയിൽ നിന്ന് കുമാരേട്ടൻ കോളുന്നുണ്ട്. കുമാരേട്ടനെ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുത്തേക്ക്. മഞ്ചനല്ലേ ഗായ്? നമ്മളെ ഏച്ചീൻ്റെത് വേഗം പറിക്കുന്ന കേട്ടോ. ഏച്ചിക്ക് വിളക്ക് കത്തിക്കണം, അതുകൊണ്ട് ഏച്ചീന്റെ വേഗം പറിക്കുന്ന കേട്ടോ. വേദന ഉണ്ടോ? ചേച്ചി വേദന എടുക്കുന്നുണ്ടോ? ചേച്ചി വേദന എടുക്കുന്നുണ്ടോ? പറിക്കണ്ട ഒറിജിനൽ അത് വേദന ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് എല്ലാരും വെറുതെ പറയുന്നായിരിക്കും. ചേച്ചി ഇപ്പൊ കരിയും ചേച്ചിയുടെ കണ്ണിൽ തന്നെ വെള്ളം വരുന്നത്. ചേച്ചിക്ക് വേല പരിപാടിക്കൂല. ചേച്ചി ഒരിക്കലും ഈ പരിപാടിക്ക് വരൂലെന്ന് തോന്നുന്നു. വേദന ഉണ്ടോ? സൂര്യനെ പറിക്കണ്ട. സൂര്യൻ തന്നെ വീട്ടിൽ പോന്നാ പറയുന്നത്. ഞാൻ കുറച്ച് മനസ്സിട്ട് ചേച്ചി നമുക്ക് വല്ല കാര്യം ഉണ്ടാകുന്നു. ചോറ് വെച്ചിട്ടിരുന്നാ പോരേനോ? അന്റെ തോലെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പുകച്ചലെടുക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ഞാനെന്താ ഈ പറയുന്നത് ഗൈസ്? നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ഏച്ചീൻ്റെത് പറിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല കുറച്ച് നിറം വന്നിട്ടല്ലേ? കുറച്ച് നിറം വന്നിന് കാര്യമായിട്ടുള്ള നല്ല റിസൾട്ട് അല്ലേ കേട്ടോ. ഇച്ചിരി വേദന സഹിക്കണമെന്നേ ഉള്ളൂ. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ സൂര്യന്റെ പറിച്ചു നോക്കാം. നമുക്ക് കഴിച്ചാൽ മതി. സൂര്യ അതിന് മുഖം കഴുകിക്കോ. വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചേട്ടാ എല്ലാവരും സൂര്യ ഈശ്വര ഭഗവാന്റെ അടുത്ത് തന്നെയാണല്ലോ ഇവളെ ഓപ്പറേഷൻ ചെയ്യാൻ വരുന്നെന്നാ പറയുന്നത്. സുഹൃത്തുക്കളെ നിങ്ങളിത് കാണണം. ഇവിടെ വരുമ്പോ ഉള്ള ഇവളെ മൊത്തി എങ്ങനെയാണ്, ഇപ്പൊ ഉള്ള മൊത്തി എങ്ങനെയാണ് നോക്ക. ചെയ്ത് ഇങ്ങോട്ട് ഈ നല്ലോണം വെളുത്ത് നല്ലപോലെ ടാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ടാൻ പോകുന്നുണ്ട്. അപ്പൊ ട്രൈ ചെയ്യേണ്ടാക്കെല്ലാം ട്രൈ ചെയ്യുക. ഇച്ചിരി വേണം സഹിക്കണം. സൂര്യ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാ. നല്ലോണം ശരിക്കും ഈ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോയിന് കേട്ടോ. നല്ലപോലെ പോയിട്ടുണ്ട്. പിന്നെ വേറെ എടുത്തിനെ കണ്ട ഇവിടുന്ന് ഇതും വെച്ചിട്ട് ചായ കുടിക്കുന്നു. ഇവരെന്ത് തേങ്ങയായി കാണിക്കുന്നെന്ന് അച്ഛൻ വിചാരിക്കുന്ന. അച്ഛൻ ചിരിക്കുന്ന ആൾക്കാരായ ഒത്തു കണ്ടിട്ട് ഇവളെ ഇന്ന് ഒത്തു കണ്ടിട്ടാണ് ചവക്കാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നെന്ന് അച്ഛൻ പറയുന്നത്. അങ്ങനെ നമ്മളെ സൂര്യ എന്റെ അച്ഛന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അച്ഛന്റെ പേരിനെല്ലാം വിളിക്കുന്നത്. അങ്ങനെ സൂര്യ എന്താ പറിക്കണം? സൂര്യ താഴെ മുകളിലോട്ട് പറിക്കണേ. അപ്പുറത്തെ ആള് ഇപ്പൊ അങ്ങോട്ടൊന്നല്ല ആള് വരും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഈശ്വര, ഇത് ഞാൻ അന്റെ എങ്ങനെയാ പറിക്കണ്ടേ? വെള്ളം കൂട്ടണ്ട.
കുറച്ചോ. നല്ല വേദനയുണ്ടോ? അച്ഛൻ പറയുകയാണ് എനിക്ക് ആ പൂതി ഉണ്ടായത്. അച്ഛൻ എന്നാ പറഞ്ഞേ? അങ്ങനെ പറ. ഒച്ചപ്പെട്ടോണ്ടിരിക്കല്ലേ? പൊന്നീച്ചയും തേനീച്ചയല്ല ഇപ്പൊ പറക്കുന്ന പറയുന്നത്. തേനീച്ച എടുത്തു വച്ചു. ആഹാ മുറിച്ചെടുക്കണ്ട അച്ഛ. അതെ സൂര്യ നല്ലോണം ഈശ്വരാ കർത്താവേ, ഇതിനേക്കാളും ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? താഴേന്ന് മുകളിലോട്ട് വരക്കണേ. അച്ഛ ഇങ്ങനെ തന്നെ ഓട്. തുറക്കാറുണ്ട് ഇതുപോലെ തന്നെ ഓടും. ഇത് കാണുന്ന ഞാനിതെങ്ങനെ അണ്ട പറിക്കുവാന്ന്. അത് തന്നെ അല്ല പിന്നെ അതൊക്കെ അങ്ങനെ ആ ഒരു എന്ത് സ്പിരിറ്റിൽ എടുക്കണ്ട അച്ഛോ. ഞാൻ തന്നെ അല്ലത് ഞാൻ തന്നെ ഓർച്ചോളൂ. എനിക്ക് എന്നോട് നിങ്ങൾ വൈരാഗ്യം ഉണ്ടോ? ചോദിക്കച്ച അങ്ങോട്ട് പറിച്ചു കൊടുക്കുന്ന വെള്ളി നക്ഷത്രത്തിലെ പ്രേതത്തിന്റെ ആ ഒരു സിനിമയല്ലേ ജഗദീഷ് കരയും ജഗതി ചിരിക്കുന്നതെന്ന് അതുപോലെ നിങ്ങൾ രണ്ടാളുള്ള ഒരാൾ കരയുന്ന ഒരാൾ ചിരിക്കുന്നത്. എനിക്കെന്നാണ് അവളോട് പ്രദേശം പിന്നെ കണ്ണു കുറച്ച് ഒന്ന് കാണണം അച്ഛൻ പറയുന്ന വീഡിയോ ഒക്കെ ആക്കിട്ടാ. അങ്ങനെ ഏകദേശം അച്ഛൻ്റെ എല്ലാം പറിച്ചു കഴിഞ്ഞു. അച്ഛൻ്റെ അച്ഛ നല്ല നിറം വന്നിട്ടുണ്ട്. ശരിക്കും തേച്ച എല്ലാരും നല്ല നിറം വന്നു കേട്ടോ. വേദന സഹിച്ചാലും ഗുണമുണ്ടാവും. ആ സത്യം, വേദന സഹിച്ചാലും നല്ല ഗുണമുണ്ട്. കഴുകി കണ്ട പറിക്കാൻ വേണ്ടിട്ട് അവള് പറയുന്നത് കേട്ടോ. ഈശ്വരാ അന്ന് ഇവർ രണ്ടാളും ഒന്ന് കൊല്ലുന്നുണ്ട്. പേടിയാവുന്നാണ് എന്നെ കൊല്ലറ് പേര്. 5ാം ക്ലാസ് മുതൽ ഒപ്പരം പഠിച്ചല്ലേ നമ്മള്. കൊല്ലൂല മെല്ലെ പറയും. ഓ ഇവരെല്ലാം പൊട്ടിച്ചോട്ടിച്ചോട്ട് ഇപ്പൊ പറിക്കാൻ പറ്റാത്ത ആ കർത്താവേ. ഈ വാറന്നെ കുറച്ചാദ്യം ശ്രുതി നീട്ടി വിളിക്കണം. ഇച്ചിരി ഇച്ചിരി പറിക്കാവോ? ഇങ്ങനെയാണ് ഗായ്സ് ശ്രുതി നീട്ടി വിളിക്കേണ്ടത്. പഠിച്ചല്ലായോ കണ്ണടക്കം പറിക്കില്ല. കണ്ണടക്കം പറിക്കല്ല. പോയാ ദിയ ഞാൻ പോയാ നാളെ നമ്മള് അടുത്ത വീഡിയോ എടുക്കുന്നത് കാരണേ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ? നല്ല സുഖമുണ്ട് ഗായ്സ്. ഭയങ്കര നിങ്ങളിത് കണ്ടാ തിരിയും. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മളെ വൈറൽ പീൽ ഓഫ് മാസ്ക് നമ്മൾ എല്ലാരും ട്രൈ ചെയ്ത്. പക്ഷെ ഞാൻ വിചാരിച്ചത് എല്ലാരും മുഖഭാവെല്ലാം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചു കേട്ടാ. വേറെ ഒന്നിനും എല്ലാം ഇവിടുന്ന് അടിച്ചോടിക്കുക തന്നെയാന്ന്. പക്ഷെ എന്തായാലും എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരുന്നു കേട്ടോ. സൂര്യന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഓള മുഖം നല്ല ടാൻ അടിച്ചിട്ട് പണ്ടാരടങ്ങിയ മുഖം. പക്ഷെ ഓള മുഖത്ത് നല്ല റിസൾട്ട് ആയിരുന്നു. ഓളെനിക്ക് പറയുകയും ചെയ്തു ഏട്ടന്റെ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ ഒന്നുകൂടി ഇത് ചെയ്യുന്നേ. എന്നാ നല്ല റിസൾട്ട് ആട്ടാ. അപ്പൊ വേദന സഹിക്കാൻ പറ്റുന്നവർ, ഞാൻ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, വേദന സഹിക്കാൻ പറ്റുന്നവർ ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും. വെറുതെ ഒന്നല്ല ഇത് വൈറൽ ആയത്, നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.